Hey, hello, this is Suraj here. So, ചേതനോത്സവത്തിന്റെ ഭാഗമായിട്ട് മീറ്റ് ദി ആർട്ടിസ്റ്റിൽ ഇന്ന് നമ്മുടെ കൂട്ടിലൊരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ഹിയർ വി ജോയിനിങ് വിത്ത് ജോബ് കുര്യൻ സർ. ഹലോ സർ. നമസ്കാരം സുരേഷ്. താങ്ക് യു. സോ സാർ ഫുൾ ഇന്ന് എനർജി ആയിട്ട് ഇരിക്കുന്നുണ്ട്. സോ അതിനൊരു വലിയ താങ്ക് യു. ബിക്കോസ് സാറിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ലൈക്ക് വന്നപ്പോൾ ആ സ്മൈൽ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സോ സാർ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ മോർ ദാൻ 20 years ഒക്കെ ഇവിടെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു, പാട്ടുകൾ പാടുന്നു. സോ ഒരു വലിയ ജേണിയാണ്. ലൈക്ക് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ഓക്കെ ലൈക്ക് സിനിമകളിൽ പാടുന്നു, പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നു. പക്ഷേ ആസ് എ പേഴ്സൺ ഹൂസ് വർക്കിംഗ് ഇൻ ദിസ് ഫീൽഡ് ലൈക്ക് കുറേ ലാംഗ്വേജിൽ പാട്ടുകൾ പാടുന്നു, കമ്പോസ് ചെയ്യുന്നു. സോ ആ ഒരു എക്സ്പീരിയൻസ് മോർ ദാൻ 10 years 20 yearsൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു ഫീൽ എങ്ങനെ സർ? ഞാൻ ചിന്തിക്കുന്നത് 20 വർഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്ത് എൻ്റെ കുടുംബത്തിനും എനിക്ക് അന്നം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സംഭവം. ദാറ്റ്സ് ദ കോർ. ഞാൻ എഞ്ചിനീയറാണ് പേരിന്. അത് പഠിച്ചിട്ട് പിന്നെ അത് ജോലിയൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഞാൻ മ്യൂസിക്കിലേക്ക് തന്നെ വരികയായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടും ഒരു ഗ്രേസ് ആയിട്ടൊക്കെ ഞാൻ കാണുന്നത്. കാരണം 20 വർഷം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ജീവിക്കാൻ കരിയർ ആക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷം. അതാണ് അതിന് മാക്സിമം ഇനിയും ഞാൻ പുഷ് ചെയ്യാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും. That's why I'm very content man. Okay. So sir പറഞ്ഞു ലൈക്ക് എഞ്ചിനീയറിംഗ് ആണ് പെർസ്യൂ ചെയ്തിട്ട് ലൈക്ക് അതാണ് ആക്ച്വലി പ്രൊഫഷൻ ആക്ച്വലി അതായിരുന്നു ആക്ച്വലി എയിം ഉണ്ടായിരുന്നു. അല്ല എഞ്ചിനീയറിംഗ് നമ്മുടെ ആ ഒരു കാലത്ത് ഒരു പ്രൊഫഷണൽ ഗ്രാജുവേഷൻ വേണം. എന്നാലേ ഒരു ധൈര്യം, ഒരു പവറല്ല മോർ ദാൻ ദാറ്റ് ഒരു കരിയർ സേഫ്റ്റി ഒക്കെ വീട്ടുകാരൊക്കെ ആഗ്രഹിക്കുന്ന തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അവരും ഫാദറിന്റെ ഒറ്റ യു സിംഗ്, യു മേക്ക് മ്യൂസിക്, ബട്ട് യു ഹാവ് എ ക്വാളിഫൈഡ് ഡിഗ്രി ആസ് വെൽ. അപ്പം ഞാൻ പറഞ്ഞു ഫെയർ എനഫ്. അവരുടെ ചിന്തകളെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അവരുടെ ടെൻഷനെ നമ്മൾ ഒരു പരിധിവരെ നമ്മളതിനെ കൺസോൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, എന്നെ കൊണ്ട് പറ്റണ പരിപാടിയല്ല എഞ്ചിനീയറിംഗ്, എന്നാലും വിചാരിച്ചു എന്നാലും എഞ്ചിനീയർ പഠിക്കാം. പക്ഷേ ഇന്നവേ എനിക്ക് ഒത്തിരി പ്രയോജനമാണ്. ഞാൻ പഠിച്ചത് ഹസനിലെ മൽനാട് കോളേജ് എന്ന് പറഞ്ഞൊരു കർണാടകയിൽ പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു മിനി ഇന്ത്യ മൊത്തം ഉള്ള പോലത്തെ ഒരു കോളേജാണ്. ഒത്തിരി സ്ഥലത്തെ ആൾക്കാരും. അപ്പോൾ എൻ്റെ മ്യൂസിക്കൽ തോട്ട്സ് ആൻഡ് വിഷൻ ബ്രോഡ് ആൻഡ് ലോട്ട് അവിടെ പോവാം. ബിക്കോസ് ഒത്തിരി എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ പലതരം മ്യൂസിക് കേൾക്കാൻ പറ്റി. അപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്ത് പോയി ഇന്നവേ നമ്മുടെ ഒരു മ്യൂസിക്കൽ തോട്ട് പ്രോസസ്സിനെ എന്നെ സഹായിച്ചു. മോർ ദാൻ എഞ്ചിനീയറിംഗ് ഐ വുഡ് ഹാവ് ലേൺ മ്യൂസിക് ഇൻ മൈ 4 years. അല്ല 5 years. 5 year ആയിപ്പോയതാണ്. 4 വർഷം കോഴ്സ് 5 yearsൽ തീർത്തു. ബട്ട് സ്റ്റിൽ ഐ എൻജോയ്ഡ് എ ലോട്ട് ഡ്യൂറിങ് മൈ എഞ്ചിനീയറിംഗ് ഡേയ്സ്. മ്യൂസിക്കലി ഓൾസോ ഐ കുഡ് ലേൺ എ ലോട്ട് ആ സമയം മുതലേ ഉണ്ട്. സോ ചെറുപ്പത്തിൽ തന്നെ ലൈക്ക് പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ ഇഷ്ടമാണ് പാട്ടിനോട്. സോ വളരെ ചെറുപ്പം മുതൽ ലൈക്ക് നമുക്കൊരു ഇൻഫ്ലുവൻസിങ് ആളുണ്ടാവല്ലോ. ഓക്കെ ഞാൻ കുറച്ച് വലുതാക്കി എനിക്ക് ആ ഒരാളെ പോലെ ആവണം. അങ്ങനെ സാറിന് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസിങ് ഉണ്ടായിരുന്നോ? ഉറപ്പായിട്ടും എല്ലാ കാലത്തും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒത്തിരി കലാകാരന്മാരെ നമ്മൾ കൊച്ചിലെ മുതലേ കേൾക്കുകയല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ റഫി സാഹിബിൻ്റെ പാട്ടുകൾ ഒത്തിരി പാടാൻ നോക്കുമായിരുന്നു. പിന്നെ ഉറപ്പായിട്ടും ദാസാറ് അല്ലെങ്കിൽ ലെജൻസ് ഒത്തിരി പേര് നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. ജോൺസൺ മാസ്റ്റർ പാട്ടുകളൊക്കെ ഒത്തിരി ഇന്നും ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ ഒത്തിരി പേര്, ദേവരാജ മാസ്റ്റർ, ബാബുരാജ് മാസ്റ്റർ, ഒത്തിരി ലെജൻസ് ഇന്ത്യക്കകത്തും പുറത്തും ഉള്ളപ്പം. മൈക്കിൾ ജാക്സൺ ഇൻസ്പയർഡ് ആകാത്ത ആരോ ഉള്ളത് അതുപോലെ, അല്ലെങ്കിൽ ബീറ്റിൽസ്, അയൺ മെയ്ഡൻ, AC/DC, ഡീപ് പർപ്പിൾ, ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒത്തിരി ഇന്റർനാഷണൽ ആർട്ടിസ്റ്റ് ബാൻഡ്സും കണ്ടു തന്നെയാണ് വന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അതൊക്കെയാണ് എൻ്റെ. അപ്പോൾ ഈ നമുക്ക് പാട്ട് പാടുന്ന ഇഷ്ടമുള്ളത്, സാറിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകൾ പാടാനായിട്ട് ഏത് ജോണറിൽ പാട്ടാണ്? ലൈക്ക് ചില പാട്ടുകൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ സോങ്സുകളുണ്ട്, കുറച്ച് ഹ്യൂമർ ആയിട്ടുള്ള സോങ്സുകളുണ്ട്. സോ സാറിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഏത് പാട്ടുകളായിരിക്കും? ജോണർ പ്രോബ്ലി അങ്ങനെ ഞാൻ നോക്കട്ടെ, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പാട്ടായിരിക്കണം എന്നുള്ളതാണ് പാടുന്നത് ഏതായാലും. അല്ലെങ്കിൽ നമുക്കത് നമ്മളെ ആദ്യം ഹിറ്റ് ചെയ്യണം. ഉറപ്പായിട്ടും ആ പാട്ടുകളെ എനിക്ക് പാടാൻ പറ്റുള്ളൂ. മറ്റേതെല്ലാം ഞാൻ തന്നെ എന്നെ ചീറ്റ് ചെയ്യണ പോലെ തോന്നും. അതിൽ എൻ്റെ പരിമിതി ഉണ്ട്. എനിക്ക് എൻ്റെ പരിമിതിക്കകത്തേ പാടാനും പറ്റുള്ളൂ. ഐ എം നോട്ട് ലൈക്ക് ഐ കനോട്ട് ഹാൻഡിൽ എവറി ജോണർ. സോ എനിക്ക് എൻ്റെതായ ജോണറിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ മാത്രമേ ഞാൻ പാടാറുള്ളൂ. ഞാൻ ക്രിയേറ്റിംഗ് ഓഫ് കോഴ്സ് നാച്ചുറലി ഇറ്റ് വിൽ കം ലൈക്ക് ദാറ്റ് ടു മീ. എനിക്ക് പറ്റണതല്ലേ ചെയ്യുള്ളൂ കമ്പോസ്. ഇഫ് ഒരു സിനിമയിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ചില സമയത്ത് ഡയറക്ടേഴ്സ് അവരുടെ ഒപ്പീനിയൻ പറയും.
അപ്പോൾ ആസ് എ മ്യൂസിക് കമ്പോസർ അല്ലെങ്കിൽ ആസ് എ സിംഗർ ഡയറക്ടേഴ്സിനോട് ചോദിക്കും സാറിന് എങ്ങനത്തെ പാട്ടുകളാണ് വേണ്ടത്, അതോ ലൈക്ക് ഡയറക്ടേഴ്സ് ആ ഫ്രീ സ്പേസ് തരുമോ? ഞാൻ സിനിമകളിൽ അധികം കമ്പോസ് ചെയ്യാറില്ല. ഞാൻ ഇൻഡിപെൻഡന്റ് സ്ട്രീമിലാണ് ഉള്ളത്. സിനിമകളിൽ ഇപ്പോൾ ഒരു സിനിമയിൽ കമ്പോസ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് അവരുടെ പ്രോജക്റ്റ് അല്ലേ. ഇഫ് ഓൾ യു ആർ വർക്കിംഗ് ഫോർ എ ഫിലിം, യു ആർ ബൗണ്ട് ടു അവരുടെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്നാലേ അത് ഏറ്റെടുക്കാൻ പാടുള്ളൂ. അത് വേറെ കുറെ ആൾക്കാരുടെ സ്വപ്നമാണ്. വലിയൊരു ടീമാണ്. സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ചാലഞ്ചാണ്. അതിന് ഡെഡ് ലൈൻസ് ഉണ്ടാവും, അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അത് നമുക്കത് ചെയ്യാൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ അതിലോട്ട് ചെല്ലാവുള്ളൂ. ചെന്നാൽ അതൊക്കെ നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ ഒരു പരിധിവരെ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് പ്യുവറായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഞാൻ ചെയ്യുള്ളൂ. പക്ഷേ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ നമ്മൾ എടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു പാട്ട് എടുക്കുന്നതിൽ അതിൽ ലൈക്ക് ഡിഫറെൻറ്റ് ഫോർമാറ്റ്സുകളുണ്ട്. ലൈക്ക് ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ എന്ന രീതിക്ക് ചില മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ വന്നിട്ട് അവർക്ക് വേർഡ്സ് ഒക്കെ കോയിൻ ചെയ്തിട്ടായിരിക്കും ചില പാട്ടിലുണ്ടായിരിക്കുന്നത്. ചിലർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവും. സോ സാറിന് സ്പെഷ്യലി എങ്ങനത്തെ ഫോർമാറ്റാണ് ഫോളോ ചെയ്യുന്നത്? പാടുന്ന സമയത്ത് ഉറപ്പായിട്ട് മ്യൂസിക് ഡയറക്ടർ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ആൾ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ പാട്ട് എങ്ങനെ വേണമെന്ന് അവർക്കറിയാലോ. അപ്പൊ അതിന് ഞാൻ ആപ്റ്റ് ആണെന്ന് തോന്നിയാൽ മാത്രമല്ലേ എന്നെ വിളിക്കത്തുള്ളൂ. അപ്പം പിന്നെ ഉറപ്പായിട്ട് ഞാൻ പാട്ട് കേട്ടിട്ട് ഞാനും പറയാറുണ്ട്, എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ സിനിമകളിൽ ഞാൻ പാടാറുള്ളൂ. സജഷൻ അല്ല, എനിക്ക് പറ്റില്ലെങ്കിൽ ബെറ്റർ വേറെ ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ പറയാറുണ്ട്. എൻ്റെ ഈവൻ എൻ്റെ ലിമിറ്റേഷൻസിന്റെ പുറത്തുള്ള പാട്ടുകളാണെങ്കിലും ഞാൻ പറയാറുണ്ട്, ഇത് ഞാൻ പാടിയാൽ ശരിയാവില്ല, താങ്കൾ വേറെ ആരെങ്കിലും ഉറപ്പായിട്ടും ഞാൻ പറയും. ഞാൻ ഒരു കാര്യം അങ്ങനെ ഹൈഡ് ചെയ്ത് ചെയ്യുന്ന ഒരാളല്ല, എനിക്കത് ഇഷ്ടവുമല്ല. ജസ്റ്റ് ഫോർ മണി സേക്ക് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ, അത് നമുക്ക് ഒരു ആർട്ടിനെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ എനിക്കത് ഏറ്റവും സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവരെ ചതിക്കുന്ന പോലെ തന്നെയാണ്, എന്നെ ചതിക്കുന്ന പോലെ അവർ. സോ ഐ ടെൽ ഓപ്പൺലി ദാറ്റ് ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദി സോങ് ഓർ I didn't connect with the song. ഞാൻ പറയാറുണ്ട്. സീനിയേഴ്സിന്റെ അടുത്ത് പോലും പറയാറുണ്ട്. അല്ല വേറെ ഒന്നും കൊണ്ടല്ല, അത് അവരുടെ പാട്ട് ഏറ്റവും സ്പെഷ്യൽ അല്ലേ അവർക്ക്. അപ്പോൾ ഞാൻ ഇഫ് അറ്റ് ഓൾ ഐ കനോട്ട് കണക്ട് ടു ദ സോങ്, ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് देयर ടൈം ആൻഡ് വേസ്റ്റ് ഡിസപ്പോയിന്റ് എന്നെ ഡിസപ്പോയിന്റ്. ആൻഡ് ഓൾസോ കുറേ മ്യൂസിക് കോൺസേർട്ടിന് പോകുന്ന ഒരാളും കൂടിയാണ്, കുറേ ഓഡിയൻസിനെ കാണുന്ന ആൾക്കാരാണ്. സോ ഏറ്റവും കൂടുതൽ യൂത്ത്, അതായത് യൂത്ത് ജനറേഷൻ, ലൈക്ക് നമ്മളൊരു സോങ് പാടുമ്പോൾ നമുക്ക് സജഷൻ തരും, ഈ സോങ് ഒന്ന് പാടിത്തരും എന്നൊക്കെ ചോദിക്കും ഓഡിയൻസിന് അടയ്ക്കുന്ന. സോ സാറിൻ്റെ ഏത് പാട്ടാണ് സാർ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് കണക്റ്റിംഗ് അല്ലെങ്കിൽ ഓഡിയൻസ് ലൈക്ക് റെസ്പോൺസ് ചെയ്ത് പാട്ടായിരിക്കും കുറച്ച് അധികമായിട്ട് കൺസേർട്ടിന് പോകുമ്പോൾ? ഒറിജിനൽ കോമ്പോസിഷൻസ് പദയാത്ര പറയാറുണ്ട്, ഭാവം, താളം, കാലം, അങ്ങനെ കുറച്ച് പാട്ടുകൾ ചോദിക്കാറുണ്ട്. വലിയ സന്തോഷം. ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ഇൻഡിപെൻഡന്റ്ലി ചെയ്ത പാട്ടുകൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് ബെസ്റ്റ് ഫീലിംഗ് ഫോർ ആൻ ആർട്ടിസ്റ്റ്. വെരി ബിഗ് കോംപ്ലിമെന്റ് അല്ലേ? വെരി ബിഗ് കോംപ്ലിമെന്റ്. അതൊരു ഭയങ്കര ഇൻസ്പിറേഷനും കൂടെ അടുത്ത പാട്ടുകൾ ചെയ്യാനും. അപ്പോൾ ഇത് സംഭവിക്കാറുണ്ട്, ഇപ്പോൾ വലിയ സന്തോഷമാണ്. ആൻഡ് ഓൾസോ ഇപ്പോൾ ആസ് യു ടോൾഡ് കുറേ ലെജൻസിൻ്റെ ഒക്കെ ലൈക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. സോ ഈസ് ദർ എനി മൊമെന്റ് യു ഫീൽ ലൈക്ക് ഇങ്ങനെ ഓക്കെ ഐ ജസ്റ്റ് നീഡ് ടു വർക്ക് വിത്ത്, എനിക്ക് ഈ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം, ഭയങ്കര ഡ്രീം കം ട്രൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്കിംഗ് മൊമെന്റ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്ങനെ? ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഇൻട്രോവേർട്ടാണ്. ഞാൻ ഭയങ്കര ടെൻഷൻ്റെ ആളാണ്. എന്നെ റെക്കോർഡിങ്സിനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ മുങ്ങും, ഒക്കെ ഉണ്ട്. നമ്മള് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിളിക്കുമ്പോൾ ഒന്നും കൂടെ ടെൻഷൻ, ഏറ്റവും നന്നായിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറയല്ലോ, പക്ഷെ പലരും എന്നെ അങ്ങനെ കൺസിഡർ ചെയ്ത് എൻ്റെ ഈ ക്യാരക്ടർ അറിയുന്ന പലരും എൻ്റെ വളരെ സ്നേഹത്തോടെ എന്നെ വിളിച്ച് പാടിച്ച് നല്ല പാട്ടുകൾ പാടിച്ചിട്ടുണ്ട്. ലൈക്ക് മാണിക്യച്ചിറകുള്ള, അല്ലെങ്കിൽ ബിജിപാൽ, പുള്ളി ദീപക് സാറിന്റെ ആരാണ്, നിലകളെ, അങ്ങനെ കുറെ പാട്ടുകൾ. അപ്പൊ അതൊക്കെ ഒരു പരിചയം അവർക്ക് എന്നിലുള്ള കോൺഫിഡൻസ് ആണ്. ഞാൻ ഐ വാസ് ഓൾവേസ് ലൈക്ക്, അയ്യോ ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ, നിങ്ങൾക്ക് ബെറ്റർ കിട്ടില്ലേ എന്നൊക്കെ ഉള്ള, അത് സത്യം പറഞ്ഞാൽ പൊട്ട ചിന്തയാണ്. അങ്ങനെയല്ല, നമ്മൾ പോയി അറ്റംപ്റ്റ് ചെയ്യണം. എൻ്റെ വീട്ടുകാരൊക്കെ ഉൾപ്പെടെ പറയും നീ ചുമ്മാ അങ്ങനെ. പക്ഷെ അങ്ങനെയൊക്കെ ആ പാട്ടുകൾ എന്നിലേക്ക് കറങ്ങി വന്നിട്ടുണ്ട്. സോ ഐ ബിലീവ് ഇൻ ഡെസ്റ്റിനി ഓർ നിമിത്തം. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അല്ല കാര്യങ്ങൾ പോണ. അപ്പോൾ അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി ഓൺ ദാറ്റ് ആക്ച്വലി. സോ റെക്കോർഡിങ്ങിന് പോവാണെങ്കിൽ ഇപ്പൊ പാടിയിരിക്കുന്ന പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ കുറേ ദിവസം എടുത്ത് പാടിയൊരു പാട്ട് ഏതായിരിക്കും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ? കുറച്ചധികം പ്രിപ്പറേഷൻസ് ഒക്കെ വേണ്ടി വന്ന, വോക്കൽസ് ഒക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ടൈം എടുത്തൊരു പാട്ട്.
അല്ല, എല്ലാ പാട്ടും കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യാറ്. കാരണം ഞാൻ ഫസ്റ്റ് ടേക്ക് രണ്ടാമത്തെ ടേക്ക് കംഫർട്ടബിൾ ആയി വരും. സ്റ്റുഡിയോ കുറച്ചും കൂടെ ബെറ്റർ ആയി ഫീൽ അറ്റ് ഹോം. കുറെ അത് ഒരു കെമിസ്ട്രിയാണ്. ഇപ്പൊ വിളിക്കുന്ന ആളും നമ്മളും നമ്മളൊരു മാനസിക പൊരുത്തമാണ് ഇതിനകത്ത് ഏറ്റവും സത്യം ഇമ്പോർട്ടന്റ്. അല്ലാതെ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ മെഷീൻ. എനിക്ക് പറ്റില്ല. ഐ എം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എൻ ആർട്ടിസ്റ്റ്. ഐ എം എ മൂഡ് ഡിപ്പെൻഡന്റ് ആർട്ടിസ്റ്റ്. അപ്പം എൻ്റെ മൂഡ് ടെൻഷൻ ഫ്രീ ഒക്കെ ആയി കഴിയുമ്പോഴേ നമ്മുടെ ഒരു ബെസ്റ്റിലേക്ക്. അപ്പോൾ എന്നെ വിളിക്കുന്ന എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും അറിയാം സമയം എടുക്കും, അല്ലെങ്കിൽ പതുക്കെ പുള്ളി. അപ്പോൾ അതിന് അവരോടാണ് ഒരു വലിയ താങ്ക്സ് ഞാൻ പറയുന്നത്. സ്റ്റിൽ ദേ കീപ് ട്രസ്റ്റിംഗ് മൈ പ്രോസസ് ആൻഡ് ഹെൽപ്പിംഗ് മീ ഔട്ട്. ആൻഡ് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് കാടേറാൻവ സോങ്. മാണിക്ക ഫേവറേറ്റ്. ഐ തിങ്ക് ഫ്രം ദ റിലീസ് ടൈം മുതൽ ഇന്ന് വരെ എപ്പോഴും ട്രെൻഡിങ് ആണ് ആ സോങ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ബിഗ് പാർട്ടായതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റയിൽ കാണുമ്പോഴും ഫേസ്ബുക്കിൽ കാണുമ്പോഴും ആസ് എ പേഴ്സൺ ആ ഒരു ഫീൽ അങ്ങനെ. കാരണം നമ്മുടെ ഒരു വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വർക്കാണല്ലോ നമുക്ക് കാണുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഉറപ്പായിട്ടും. അല്ല, പ്രേക്ഷകരിലേക്ക് എത്തുന്നത് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സന്തോഷം, എക്സ്റ്റസി എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ അത്രയും റിലേറ്റ് ചെയ്യുന്ന കാണുമ്പം സോ ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. യെസ്. അന്ന് ഞാൻ അന്ന് ഭാഗ്യത്തിന് ഞാൻ മുങ്ങിയില്ല, എന്തായാലും നന്നായി. അല്ലെങ്കിൽ ബിജിയേട്ടൻ്റെ അടുത്താണ് ഒരു താങ്ക്സ്. ഉറപ്പായിട്ടും അവരാ റെസ്പെക്ട് ഇങ്ങോട്ട് സമയമെടുത്ത് ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ഒരു പാട്ട്. വിജിപാൽ സാറിനോട് വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ? അടിപൊളിയാണ്. ചേട്ടൻ വളരെ കൂളാണ്. കാരണം ആൾക്ക് ഭയങ്കര വിഷൻ അല്ലേ. അങ്ങനെ വിഷനറീസ് മാത്രമേ നല്ല കമ്പോസേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളൂ. കാരണം അവർക്കറിയാം എക്സാക്ട്ലി അവരുടെ പാട്ട് എങ്ങനെയാ വേണ്ട. ഇപ്പം ഞാൻ പാടിയിട്ട് ശരിയാകുന്നില്ലെങ്കിൽ അപ്പം അത് വേറൊരാളെ കൊണ്ട് പാടിക്കാൻ ഒരു തീരുമാനം എടുക്കണം. അവരാണ് തീരുമാനം. പക്ഷെ അത് ലക്കിലി ദാറ്റ് ഹി ലൈക്ഡ് whatever I deliver. അപ്പോൾ അങ്ങനെ അത് താങ്ക്സ് ടു ഹിം ആൻഡ് ആഷിഖേട്ടനും അതിന്റെ ഹോൾ ടീം ഗോൾഡ്. അവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ മുന്നോട്ട്. കുറെ സിംഗേഴ്സ് ഇങ്ങനെ പറയുന്നിട്ടുണ്ട് ലൈക്ക് ആഫ്റ്റർ റെക്കോർഡിങ് അല്ലെങ്കിൽ സ്ക്രീനിൽ അവരെ പാട്ട് കാണുമ്പോൾ ലൈക്ക് ദേ ഫീൽ അയ്യോ കുറച്ചൊരു ക്രിഞ്ച് ഫീൽ. അങ്ങനെ സാറിന്റെ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമാണോ? ക്രിഞ്ച് ഫീൽ അല്ല, നമുക്ക് ഇനി നന്നാക്കാമായിരുന്നു തോന്നാറുണ്ട്. അതെല്ലാ എനിക്ക് ആർട്ടിസ്റ്റും. ഒരു പെർട്ടിക്കുലർ സോങ് ചോദിച്ച സാറിന് ഏതാ അങ്ങനെ തോന്നുന്നത്? Anything comes to your mind? എനിക്ക് സാറിന്റെ പാട്ടുകളൊക്കെ പെർഫെക്റ്റ് ആണ്. ഫീമെയിൽ കോട്ടയത്തില് ഒരു മെല്ലേക്കൊല്ലുന്ന പാട്ടുണ്ട്, റെക്സ് വിജയൻ, റെക്സേട്ടന്റെ പാട്ട്. അത് എനിക്ക് ഇച്ചുകൂടെ ഒത്തിരി നന്നാക്കായിരുന്നു, ഇനിയും പാടായിരുന്നു എന്നൊക്കെ. പുള്ളി ഹാപ്പി ആയിരുന്നു. പക്ഷെ എനിക്ക് എന്റെ പേഴ്സണൽ കാര്യം പുള്ളിയെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടെ. ഇത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ തോന്നുന്നുണ്ട്? ഞാൻ പറഞ്ഞു നിന്റെ പൊന്നു ചേട്ടാ ഞാൻ ഒന്നും കൂടെ പാടാം, ഇനിയും പാടാം. അപ്പൊ പക്ഷെ പുള്ളിക്ക് ഒക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ അപ്പോ അത് ഞങ്ങൾ തമ്മിലൊരു ഭയങ്കര ക്ലോസ്. ഐ വാണ്ടഡ് ദ ബെസ്റ്റ് ഫോർ ഹിം ആസ് വെൽ. ഇപ്പോൾ ഡേറ്റ് ക്ലാഷ് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഏതെങ്കിലും പാട്ടുകൾ മിസ് ആയിട്ടുണ്ടോ? അത് ആഫ്റ്റർ റിലീസ് ആയി അങ്ങനെ ഒരു പാട്ട് ചോദിച്ചാൽ? ക്ലാഷ് ഒന്നല്ല, നമ്മൾ മേ ബി നമ്മൾ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത്. ഇപ്പൊ റഹ്മാൻ സാറിന്റെ കടന്നൊക്കെ ഒരു വിളി വന്നിട്ടുണ്ട് പ്രാവശ്യം. നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നു. റിഗ്രറ്റ് എന്നല്ല, ഉറപ്പായിട്ടും പുള്ളി വിളിക്കുമ്പോൾ പുള്ളിയെ പോലെ ഒരു ലെജൻഡ് നമ്മൾ കേട്ട് വളർന്ന ഒരാൾ വിളിക്കുമ്പോൾ പോകാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ട്. അത് മറ്റേ കാവ്യത്തലൈവനില്ലേ, ആ സിനിമയൊക്കെ ഉണ്ട്. അതിന്റെ മലയാളം അത് ശ്രീനിവാസ് സാറാണ് വിളിച്ചത്. പുള്ളിയുടെ വോക്കൽ അറേഞ്ച് നമ്മുടെ പ്ലേബാക്ക് സിംഗർ സാറാണ് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ തീരെ ശബ്ദമല്ല. ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞത് അല്ല, പറയാൻ പോലും ശബ്ദമില്ല. അവരുടെ റെക്കോർഡിങ്സ് പെട്ടെന്ന് വേണം. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അതൊക്കെ ഒരു വിധിയാണ്. നമ്മളതിൽ സങ്കടപ്പെട്ടിട്ടോ ഓവർ എക്സൈറ്റഡ് ആയിട്ടോ ഒന്നും കാര്യമില്ല. സംഭവിക്കാനുള്ളതേ സംഭവിക്കും. എല്ലാ ഇൻട്രസ്റ്റിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും സൗണ്ട്. ആക്ച്വലി ലൈക്ക് നമ്മളിങ്ങനെ പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് അസുഖങ്ങളൊക്കെ വരില്ല. അപ്പൊ അതെങ്ങനെ ടേക്ക് ചെയ്യുന്നത്? എന്തെങ്കിലും വലിയ പാടാണല്ലേ, അൺപ്രഡിക്റ്റബിൾ മനുഷ്യനല്ല. അപ്പൊ നമ്മള് എത്രയോ മനുഷ്യരുമായിട്ട് ഇപ്പം നിങ്ങൾക്കൊരു കോൾഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോ എനിക്ക് വന്ന എന്റെ കാര്യം പെട്ടു. കോൺസേർട്സിന് നമ്മൾ അത്രയും സ്ട്രെന്യൂസ് ആയിട്ട് പിന്നെ ഒരു കോൾഡിന്റെ മുകളിലൊക്കെ പെർഫോം ചെയ്താൽ വോക്കൽ കോഡിനെ അഫക്ട് ചെയ്യും. അത് പിന്നെ റെസ്റ്റ് ഒരു 2 മാസമൊക്കെ റെസ്റ്റ് എടുക്കാണ്ട് വോയിസ് തിരിച്ചു വരില്ല. അപ്പൊ ആ സമയത്തെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ പെട്ടില്ലേ. ഇറ്റ്സ് എ സാഡ് ഫീലിംഗ് ഫോർ എൻ ആർട്ടിസ്റ്റ് ടു ഗോ ആൻഡ് അപ്പോളജൈസ്. എന്താ പറയാ, നമുക്ക് വിഷമമല്ല, നമുക്കാണ് ഏറ്റവും വിഷമാവുന്നത്. ഓഫ് കോഴ്സ് ഓഡിയൻസിനും ഓർഗനൈസേഴ്സിനും വിഷമാവും, കമ്മിറ്റ് ചെയ്തിട്ട് വർക്കും ഉറപ്പായിട്ടും. ബട്ട് ഐ ട്രൈ സംഹൗ ടു മാനേജ് ഇറ്റ്. ഏറ്റവും ഫെയർ ഡീൽ കൊടുക്കാനേ പറ്റുള്ളൂ. ആരോഗ്യമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ സ്ഥലത്തേക്ക് ചെല്ലുക, കർട്ടിയസ് ആയിട്ട് അതിന് ഇന്ന് പറ്റില്ല അടുത്ത വർഷം വരാമെന്ന് പറയുക. അതൊക്കെ ഓഡിയൻസ് അതിനെ റെസ്പെക്ട്ഫുൾ ആയിട്ട് കാണാറുണ്ട്.
അല്ലാതെ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണ പോലെ അല്ല നമ്മൾ അല്ലാതെ ഒരു കോൺസെർട്ട് ലൈവ് ആണ് ആക്ച്വലി, പിന്നെ ലൈവും കൂടിയാണല്ലോ. അതെ, നമ്മൾ അവിടെ ചെന്ന് അവരെ അഡ്രസ് ചെയ്യുന്നത് പോലെ അതിന്റെ പല പ്രതിസന്ധികൾ വരാറുണ്ട്. ഞാൻ അല്പം അലർജിക്കും കൂടെയാണ്, അതുകൊണ്ട് സെൻസിറ്റീവ് ആണല്ലേ. അതെ, ഓക്കെ ഓക്കെ. ബട്ട് ഹോപ്പ്ഫുള്ളി ബെറ്റർ ആവട്ടെ. ഓക്കെ. സോ ജോബ് കുര്യൻ ആസ് എ പേഴ്സൺ, ലൈക് സിംഗർ അല്ല, അല്ലെങ്കിൽ ഇതൊന്നല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയം, ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, അപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താ? മോർ ദാൻ സോങ്സ് അല്ലെങ്കിൽ? ഞാൻ ഡ്രൈവ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. ഡ്രൈവിംഗ്, അലോൺ ഡ്രൈവിംഗ് ഇഷ്ടമാണോ? അലോൺ വിത്ത് ഫാമിലി ഒത്തിരി ഓടിക്കാൻ. വണ്ടി ഡ്രൈവിംഗ് ഭയങ്കര ഭ്രാന്താണ്. കാർ എല്ലാം എല്ലായിടത്തും വണ്ടിയിലാണ് പോവാ. യു വിൽ ഡ്രൈവ് യുവർസെൽഫ് അല്ലേ? ഓക്കെ, അതാണ് ഇഷ്ടമുള്ള കാര്യം. പിന്നെ ഇപ്പൊ തിരക്കാൻ കൂടി വരുന്നുണ്ട്, ഇപ്പം അങ്ങനെ സമയം ഒത്തിരി എടുക്കും, പക്ഷേ സ്റ്റിൽ ഐ എൻജോയ്. ഒത്തിരി പാട്ട് കേട്ട് വരും ഡ്രൈവ് ചെയ്ത് അങ്ങനെ. സോ ഡെഫിനറ്റ്ലി ആസ് എൻ ആർട്ടിസ്റ്റ് ലൈക്ക് ഭയങ്കര ഹെക്ടിക് സ്കെഡ്യൂൾസ് ഉണ്ടായിരിക്കാം, ലൈക്ക് ഈ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോകണം, ആ സ്ഥലത്ത് ഇങ്ങോട്ട് പോകണം. അതെ. സോ ഈസ് ദർ എനി ടൈം യു ഫീൽ ലൈക്ക് അയ്യോ ഐ നീഡ് എ ബ്രേക്ക് ഫ്രം ദിസ് ഡിപ്പാർട്ട്മെന്റ്, കുറച്ച് ദിവസം നമുക്കൊരു ബ്രേക്ക് എടുത്തിരിക്കാം? അല്ല, കുറച്ച് ദിവസം. പക്ഷേ അങ്ങനെ ഞാൻ അത്രയും ടൈഡപ്പ് ആക്കാറില്ല. എൻ്റെ സ്കെഡ്യൂള് അല്പം കോൺസേർട്സ് ഒക്കെ എടുക്കുന്നെങ്കിൽ ഞാൻ അല്പം ബ്രേക്ക് ചെയ്തൊക്കെ എടുക്കുള്ളൂ. കാരണം എനിക്ക് വോക്കൽ ഹെൽത്ത് നോക്കണം, അധികം സ്ട്രെയിൻ ചെയ്യണ്ട എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്ക് ടു ബാക്ക് ഷോസ് ഞാൻ എടുക്കില്ല, അടുപ്പിച്ചടുപ്പിച്ച്. ഇപ്പം ഇന്ന് നാളെ മറ്റന്നാൾ അങ്ങനെയൊക്കെ ഞാൻ ഐ ട്രൈ ടു അറ്റ്ലീസ്റ്റ് ഗിവ് 2 days സ്പേസ്. പിന്നെ ഈ മാസം അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ആയെങ്കിൽ ഞാൻ പറയാം ഇനിയിപ്പോൾ വേണ്ട. അല്ല, അങ്ങനെയല്ല, നല്ല നല്ല ഇഷ്ടമുള്ള സ്റ്റിൽ ഐ ട്രൈ ടു എന്താ പറയുക, ഒരു സ്റ്റെപ്പ് പുറകിലോട്ട്. കാരണം എനിക്ക് എൻ്റെ സ്വന്തം ക്രിയേഷൻസ് ഇനിയും ചെയ്യണമെങ്കിൽ സമയം വേണം. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സ് എടുക്കുന്നത് നല്ലതാണ്. ചുമ്മാ നമ്മൾ ഓടി നടന്ന് ഒന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. എന്നെ പോലെ ഒരാൾ സമയം എടുക്കും. അപ്പം ഐ ടേക്ക് സഫിഷ്യന്റ് ബ്രേക്സ് ഫോർ ഷുവർ. ഓക്കെ. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ചേതനോത്സവത്തിലാണ്. സോ ലൈക്ക് ചേതന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എവറിത്തിങ് കംസ് അണ്ടർ വൺ റൂഫ്. ലൈക്ക് വേറെ മ്യൂസിഷ്യൻസ് ആവട്ടെ, എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. സോ ആസ് എ ഗസ്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഭാഗമാവുന്നതിന് സാറിന്റെ ഒരു ഫീലിംഗ് അല്ലേ? ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ അച്ഛൻ്റെ അടുത്ത്, തോമസ് ചക്കാലമരത്ത് അച്ഛൻ്റെ അടുത്ത് പിയാനോ ഒരു 3 വർഷം പഠിച്ചിട്ടുണ്ട് കെസ് ഭവനിൽ. അതെ. അപ്പം അച്ഛൻ്റെ സ്റ്റുഡന്റ് ആകുമ്പോൾ ഉറപ്പായിട്ട് അച്ഛൻ വിളിക്കുമ്പോൾ ഓടി വരും. അവിടെ പറയാറുമില്ല. അപ്പം അച്ഛനെ കാണണം, എല്ലാവരെയും കാണണം. നമ്മുടെ കൊളീഗ്സ് അല്ല, നമ്മുടെ അന്നത്തെ ഒത്തിരി ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടൈം തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ കൂടെയും ചേതനയുടെ ഒരു യൂണിറ്റ് അല്ലേ, അപ്പോൾ ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇനി ഒരുപാട് പാട്ടുകൾ പാടി നമ്മുടെയൊക്കെ ചാർട്ട് ബസ്സിലൊക്കെ അടിപൊളിയായിട്ട് നിൽക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഐ ഹോപ്പ് യു എൻജോയ്. താങ്ക് യു.